കൂറുമാറ്റം ഭയന്ന് എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ CPM കൗൺസിലറെ CPM തന്നെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. കൗൺസിലർ കലാരാജുവിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. LDF ഭരണസമിതിക്കെതിരായ അവിശ്വാസം ചർച്ച ചെയ്യാനിരിക്കെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. അമ്മയെ തട്ടിക്കൊണ്ടുപോയെന്ന് കാണിച്ച് കലയുടെ മകൾ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് സംരക്ഷണം ഒരുക്കിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് UDF കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കൂത്താട്ടുകുളം നഗരസഭാ അധ്യക്ഷ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് എന്നിവർക്കെതിരെ UDF നൽകിയ അവിശ്വാസ പ്രമേയമാണ് ചർച്ച ചെയ്യാനിരുന്നത്. വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. കേരളത്തിൽ അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെ ഒരു CPM കൗൺസിലറെ അതേ പാർട്ടിയിലെ തന്നെ ആളുകൾ തട്ടിക്കൊണ്ടുപോയതായിട്ട് പരാതി ഉയർന്നു വരുന്നു. എന്നാണ് ഈ അവിശ്വാസ പ്രമേയം എന്നായിരുന്നു ചർച്ചയ്ക്ക് എടുക്കാനിരുന്നത്? എന്തായാലും ഈ ഒരു ആരോപണം CPM മേൽ ഉയർന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ കൗൺസിലർ കല ഇപ്പോൾ എവിടെയാണ് എന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചന ലഭ്യമായിട്ടുണ്ടോ ഡാനി? ടോം, ഇതിൽ കലയെക്കുറിച്ച് ഇതുവരെയും യാതൊരു സൂചനകളിലേക്കും വന്നിട്ടില്ല. മറ്റൊന്ന് CPM ഇത്തരം ആരോപണങ്ങളെ തള്ളിക്കളയുകയാണ്. തങ്ങൾക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് CPM ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഈ സംഭവത്തിന് ആളുകൾ പറയുന്നത്, സാക്ഷികളായിട്ടുള്ളവർ പറയുന്നത് ഇവരുടെ വാഹനത്തിൽ ഇവരെ കയറ്റിക്കൊണ്ടുപോയെന്നാണ്. ചെയർപേഴ്സന്റെ വാഹനത്തിൽ അവരെ കയറ്റിക്കൊണ്ടുപോയി എന്ന് പറയുന്നവരാണ് കൂടുതൽ പേരും. ഇവരെ തട്ടിക്കൊണ്ടുപോയതായിട്ട് തന്നെ പറയുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കാണുന്നത് 25 അംഗ ഭരണസമിതി, 25 അംഗ കൗൺസിലാണ് കൂത്താട്ടുകുളം നഗരസഭയുടേത്. ഇതിൽ വരുന്നത് 13 പേർ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമ്പോൾ 11 പേരാണ് UDFിനൊപ്പം നിൽക്കുന്നത്. ഒരു സ്വതന്ത്രൻ എന്ന രീതിയിലാണുള്ളത്. കലാ രാജു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് UDFിനോടൊരു അടുപ്പം പുലർത്തുന്നു എന്ന രീതിയിലുള്ള ചില ചർച്ചകളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, സ്വതന്ത്രനായി നിൽക്കുന്നയാൾ UDFിനൊപ്പം പോകാനായിട്ട് ഏതാണ്ട് ധാരണയായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. ഇന്ന് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കുകയായിരുന്നു. രാവിലെ അധ്യക്ഷനെതിരെയും ഉച്ചയ്ക്ക് ശേഷം ഉപാധ്യക്ഷനെതിരെയും അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനാണ് തീരുമാനമുണ്ടായിരുന്നത്. അതിനിടയിലാണ് നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു UDF കൗൺസിലർമാരടക്കം. അവർക്ക് സംരക്ഷണം നൽകാൻ ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിരുന്നു. DYSPയുടെ നേതൃത്വത്തിൽ തന്നെ വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ്, ഈ പോലീസുകാർക്കെല്ലാം ഇടയിലാണ്, പ്രവർത്തകർക്കിടയിലാണ് ഈ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. കലാരാജുവിനെ അവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോകുന്നത്. ആ വാഹനം ഓടിച്ചിരുന്നയാൾ ഇടതു മുന്നണി പ്രവർത്തകനായിരുന്നുവെന്ന് പറയുന്നുണ്ട്. അങ്ങനെയും ചില ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. SFI പ്രവർത്തകനാണ് എന്ന രീതിയിൽ തന്നെയുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇവരെ അവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഇവരെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. നേരത്തെ CPM ഓഫീസിലുണ്ടായിരുന്നു, ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു എന്നുള്ളൊരു പറച്ചിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പിന്നീട് അവിടെ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകർ UDF പറയുന്നത് അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവം ഗുരുതരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ അവിടെ MLA അനൂപ് ജേക്കബും മാത്യു കുഴിനാടനും അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപരോധ സമരം നടന്നു. ഇതിനിടയിൽ കലാരാജുവിൻ്റെ മകൾ ലക്ഷ്മി മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ DGPക്കും പരാതി നൽകിയിരിക്കുന്നു. തൻ്റെ അമ്മയെ കാണുന്നില്ല, അമ്മയെ തട്ടിക്കൊണ്ടുപോയി എന്ന രീതിയിൽ പരാതി നൽകുന്നു. CPM എന്ന പേര് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പരാതി നൽകിയിരിക്കുന്നത്. തൻ്റെ അമ്മ രോഗിയാണ്, അവരെ സംരക്ഷിക്കണം എന്നതെല്ലാം തന്നെ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അല്പസമയം മുൻപ് പോലീസ് സ്റ്റേഷനിലെത്തിയ പരാതി നേരിട്ട് നൽകി എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉപാധ്യക്ഷനെതിരെയുള്ള ഈ അവിശ്വാസ പ്രമേയമാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. UDF ആവശ്യപ്പെടുന്നത് ആ സമയത്ത് അവരവിടെ എത്തിക്കണം എന്ന രീതിയിലാണ്
ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം കനപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ഡിവൈഎസ്പി അടക്കം കൂട്ടുനിന്നു എന്നുള്ള ഗുരുതരമായ ആക്ഷേപവും UDF ഉന്നയിക്കുന്നുണ്ട്. പോലീസിന്റെ എല്ലാം തന്നെ സഹായത്തോടു കൂടിയാണ് ഈ നീക്കം നടന്നിരിക്കുന്നത്. കലാരാജു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കൂത്താട്ടുകുളം നഗരസഭാ ഭരണം ഇടതുമുന്നണിക്ക് നഷ്ടമാകുമായിരുന്നു എന്ന് പറയുന്നു. അത് ഏത് വിധേനയും ഭരണം നിലനിർത്തുക എന്ന രീതിയിലാണ് ഇടതുമുന്നണി, പ്രത്യേകിച്ച് CPM ഈ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കിയതെന്നാണ് ഒരു ആക്ഷേപമായിട്ട് UDF പറയുന്നത്. എന്തായാലും സ്ഥലത്ത് സംഘർഷാവസ്ഥയും അതോടൊപ്പം തന്നെ പ്രതിഷേധവും എല്ലാം തന്നെ തുടരുകയാണ്. കൂടുതൽ പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ടോം, അതായത് ഡാനി, ഉച്ചയ്ക്ക് ശേഷം ഈ വൈസ് ചെയർമാന്റെ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. അതിനു മുൻപ് ഈ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പറയപ്പെടുന്ന കൗൺസിലർ കലാരാജുവിനെ തിരിച്ചെത്തിച്ചില്ലെങ്കിൽ UDF ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴും അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ ഡാനി? ടോം, രാവിലെയും ഇതുപോലൊരു സംഘർഷ സാധ്യതകളിലേക്കെല്ലാം തന്നെയാണ് വന്നത്. പിന്നെ പോലീസിന്റെ ഒരു അടിയന്തര ഇടപെടലുണ്ടായി. മുഖാമുഖം നിന്ന UDF-ഉം അതോടൊപ്പം തന്നെ LDF പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും പരസ്പരം ഈ പോരടിക്കാൻ നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും എല്ലാം തന്നെ ചെയ്തു. അങ്ങനെ ഒരു സംഘർഷാവസ്ഥയിൽ നിന്ന് പിന്നീട് ഒരു അയവ് വന്നു. കാരണം ഇത് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നു, തങ്ങൾ അതുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് UDF പറഞ്ഞു. കാരണം ഇങ്ങനൊരു അവസ്ഥയിൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് പോയിട്ട് കാര്യവുമില്ല. അപ്പോൾ ആ രീതിയിലേക്ക് തങ്ങൾ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. പിന്നീട് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചുകൊണ്ടുള്ളൊരു സമരപരിപാടിയിലേക്കാണ് നീങ്ങുകയും ചെയ്തത്. MLA-മാരും മറ്റു നേതാക്കളടക്കം അതിനാണ് നേതൃത്വം നൽകുന്നത്. ഉച്ചയ്ക്ക് ശേഷം അവിശ്വാസ പ്രമേയം ചർച്ചയിലേക്ക് പോകാനാണ് ഇപ്പോഴുള്ളൊരു തീരുമാനമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉപാധ്യക്ഷനെതിരെയുള്ള അവിശ്വാസ പ്രമേയ ചർച്ചയിലേക്കായിരിക്കും കടക്കുക. സണ്ണി കുര്യാക്കോസിനെതിരെയാണ് അവിശ്വാസ പ്രമേയം വരുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇവരെ ഈ കലാരാജുവിനെ അവിടേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ CPM പറയുന്നു തങ്ങൾക്കെതിരെ യാതൊരു പങ്കുമില്ല, CPM ഇടതുമുന്നണിയും എല്ലാം തന്നെ പറയുന്നു. എന്താണെങ്കിൽ കൂടിയും അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കുണ്ടെന്നാണ് UDF പറയുന്നത്. കലാരാജുവിനെ ഈ സമയത്തേക്ക് ഇവിടത്തേക്ക് എത്തിക്കുക എന്നതാണ് ഇവരുടെ ഒരു ആവശ്യം. അല്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകുക എന്ന നിശ്ചയത്തിൽ തന്നെയാണ് UDF-ഉം കോൺഗ്രസിലുമുള്ളവരും എല്ലാം തന്നെ ഈ ഒരു തീരുമാനത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൂറുമാറ്റം ഭയന്ന് എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ CPM കൗൺസിലറെ CPM തന്നെ തട്ടിക്കൊണ്ടുപോയതായിട്ടുള്ള ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മകൾ മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.